ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധിഃ സാ പാർത്ഥ സാത്വികീ യയാ ധർമ്മമധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിഃ സാ പാർത്ഥ രാജസീ അധർമ്മം ധർമ്മമിതി യാ മന്യത്തെ തമസാവൃതാ സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധിഃ സാ പാർത്ഥ സാ താമസീ ധൃത്യാ യയാ ധാരയത്തെ മനഃപ്രാണേന്ദ്രിയക്രിയാഃ യോഗേന വ്യഭിചാരിണ്യാ ധൃതിഃ സാ പാർത്ഥ സാത്വികീ യയാ തു കാമാർത്ഥാൻ ധൃത്യാ ധാരയതേർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതിഃ സാ പാർത്ഥ രാജസീ യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധാ ധൃതിഃ സാ താമസീ മതാ സുഖം തിദാനീം ത്രിവിധം ശൃണു മേ ഭരതർഷഭ അഭ്യാസാദ് രമത്തെ യത്ര ദുഃഖാന്തം ന നിഗച്ഛതി യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിപ്രസാദജം വിഷയേന്ദ്രിയസംയോഗാത് യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്മൃതം യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിഃ സ്യാത്രിഭിർഗുണൈഃ ബ്രാഹ്മണക്ഷത്രിയവിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈർഗുണൈഃ. 29ാമത്തെ ശ്ലോകം. ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രിവിധം ശൃണു പ്രോച്യമാനം അശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. ബുദ്ധേർഭേദം, ബുദ്ധേഹ ഭേദം, ബുദ്ധേർഭേദം രണ്ടും കൂടെയുള്ള സന്ധിയാണ്. ധൃതേശ്ചൈവ, ധൃതേഹ ച, ബുദ്ധിയും ധൃതി ഈ രണ്ടെണ്ണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ബുദ്ധി ധൃതി ഇവയുടെ ഭേദം, ബുദ്ധേർഭേദം ധൃതേശ്ചൈവ, ബുദ്ധിയുടെ സത്വ രജസ് തമസ് ഭേദങ്ങളും ധൃതിയുടെ സത്വ രജസ് തമസ് ഭേദങ്ങളും. ഇതാണ് ഗുണതഃ ത്രിവിധം ശൃണു. ത്രിവിധം ഈ മൂന്ന് വിധമുള്ളതിനെ ഗുണം അനുസരിച്ച് സത്വരജസ് തമസുകൾക്കനുസരിച്ച് മൂന്ന് വിധത്തിലുള്ള ബുദ്ധിയെക്കുറിച്ചും ധൃതിയെക്കുറിച്ചും ഹേ അർജുന ത്വം ശൃണു, നീ കേൾക്കുക. പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. പ്രോച്യമാനം പറയാൻ പോകുന്നു, അശേഷേണ പൂർണ്ണമായിട്ടും, പൃഥക്ത്വേന അത് വേണ്ട വിധത്തിൽ വേർതിരിച്ച്, അതായത് സത്വബുദ്ധി എന്താണ്, രജോ ബുദ്ധി എന്താണ്, ഈ പ്രകാരം അതാണ് പൃഥക്ത്വേന. ഇങ്ങനെ വേർതിരിച്ച് നമുക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, അതായത് നമ്മൾ സാധാരണഗതി ഈ ബുദ്ധിന്നും ധൃതിന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ബോധിക്കുന്നത് ബുദ്ധി, ധൃതി ധാരണാശക്തി, ധൃതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് അങ്ങ് കടന്നു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ശ്ലോകങ്ങളിലൂടെ
ഈ ബുദ്ധിക്കുമുണ്ട് സത്വരജസ് തമസ്സുകളായിട്ട് മൂന്നായിട്ട് തിരിക്കപ്പെട്ടിരിക്കുന്നു എന്നും, അതേമാതിരി ധൃതി എന്ന് പറയുന്നത് ഇതേമാതിരി തിരിക്കാൻ സാധിക്കുന്ന, സത്വം രജസ് തമസ്സുകൾക്കനുസരിച്ച് ഇത് സത്വധൃതി. ഇപ്പം സത്വബുദ്ധി എന്ന് പറഞ്ഞത് മാതിരി രജസിൻ്റെയും തമസിൻ്റെയും അതനുസരിച്ചിട്ട് നിർവഹിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഇവിടെ ധൃതിക്കും ഇതേമാതിരി നമുക്ക് കിട്ടുന്നുണ്ട് സത്വധൃതി എന്നുള്ളത്. ഇത് അപ്പോൾ അതേമാതിരി രജസിൻ്റെയും ഇതേമാതിരി ധൃതി, തമസിനെ സംബന്ധിച്ച് ഇതേമാതിരി ധൃതി, ആ തരത്തിൽ നമ്മൾ കാണണം. അതാണ് ഈ പൃഥക്ത്വേന, വേർതിരിച്ച് എന്നുള്ളത്. ഇനി ധനഞ്ജയ എന്ന വാക്കിന് ഭാഷ്യത്തിൽ ഇപ്രകാരമാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്: ദിഗ്വിജയേ മാനുഷം ദൈവം ച പ്രഭൂതം ധനം അജയത് തേന അസൗ ധനഞ്ജയ അർജുന. അപ്പം ധനഞ്ജയ എന്നുള്ള വാക്കിനെ എങ്ങനെ കിട്ടി? ധനം ജയതി ഇതി ധനഞ്ജയ. ഇങ്ങനെയാണ്. യഹ ധനം ജയതി, യാതൊരുവനാണോ ധനം ജയത്തി എന്ന് പറഞ്ഞാൽ നേടിയതെന്നുള്ള അർത്ഥം. അപ്പം അതിന് എവിടെ വെച്ച് എങ്ങനെയാണ് നേടിയതെന്നുള്ളത് പറയുന്നുണ്ട്. ദിഗ്വിജയേ. അപ്പം അർജുനനാണ് ഈ ദിഗ്വിജയത്തിന് പോയത്, അതുകൊണ്ടാണ് ദിഗ്വിജയേ. മാനുഷം ദൈവം ച, മാനുഷവിത്തം അതേമാതിരി ദൈവവിത്തം. പ്രഭൂതം ധനം, ധാരാളം സമ്പത്ത്, മാനുഷവും ദൈവവുമായിട്ടുള്ള അനേകം സമ്പത്ത് നേടിയതിനാൽ എന്ന്. അപ്പോൾ ദൈവം സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ദിവ്യാസ്ത്രങ്ങളും അതെല്ലാം അതിൽപ്പെട്ടതാണ് എന്ന് പറയാം. മാനുഷം എന്ന് പറയുമ്പം മനുഷ്യ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതുണ്ടല്ലോ, പരമേശ്വരനിൽ നിന്ന് നേടിയ അസ്ത്രം, ഇതൊക്കെ നമുക്ക് മാനുഷ്യമായിട്ടുള്ളതല്ല, അതൊക്കെ ദൈവത്തിൽപ്പെടുന്നതാണ്. ദൈവം പ്രഭൂതം ധനം. അപ്പം ധനം എന്ന് പറയുമ്പോൾ ആയുധങ്ങളെ ധനത്തിൽപ്പെടത്തില്ല. അപ്പം ധനം എന്ന് പറയുമ്പോൾ മറ്റുള്ള ധനങ്ങളും അതിനകത്ത് ദേവന്മാരിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ധനം, അതാണ് ദൈവം ധനം. അജയത്ത്, അതിനെ ജയിച്ചു എന്നത് നേടി എന്നുള്ളത്. തേന അസൗ, അതിനാൽ, തേന അതിനാൽ, ജയിച്ചതിനാൽ എന്നതാണ് തേന എന്നുള്ള പ്രയോഗം കൊണ്ടതാണ്. ഇങ്ങനെയാണ് ഭാഷ്യം പോകുന്നത്. അപ്പം അജയത്ത് ജയിച്ചു, തേന അതിനാൽ, അസൗ, അസൗ പുരുഷ എന്നുള്ള, അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ എന്നുള്ള അർത്ഥത്തിലാണ് സാധാരണഗതിയിൽ അസൗ എന്നുള്ള പ്രയോഗം. ഇവിടെ ധനഞ്ജയൻ അർജുനൻ, അസൗ ഈ വ്യക്തി എന്നുള്ള, അസൗ ധനഞ്ജയ അർജുന. ഇങ്ങനെയാണ് അർജുനന് ധനഞ്ജയ എന്നുള്ള പേര് കിട്ടി. ചില ഭാഗത്ത് ഗീതയിൽ ഈ അർജുനനെ ഓരോരോ പേരുകൾ വിളിക്കുന്നതിനകത്ത് കാര്യം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വിശകലനം നടത്തി അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഏതോ ചില ടെക്സ്റ്റുകളിലൊക്കെ അങ്ങനെ കാണാം. ഓരോ സ്ഥലത്തും എന്ത് കാരണത്തിനാണ് അർജുനെ അങ്ങനെ വിളിക്കുന്നത്. ചിലയിടത്ത് കുന്തിപുത്ര എന്ന് വിളിക്കുന്നു, ചിലയിടത്ത് പാണ്ഡവ എന്ന് വിളിക്കുന്നു. അപ്പോൾ അതെല്ലാം അതാത് സന്ദർഭത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചില വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പം നോക്കേണ്ടത് ബുദ്ധിയുടെ ഭേദവും ധൃതിയുടെ ഭേദവും എന്നുള്ളതാണ്. 3 വിധത്തിൽ സത്വരജസ് തമസ്സുകളെ ആശ്രയിച്ച്. പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വികി. പ്രവൃത്തിം ച നിവൃത്തിം ച. അപ്പോൾ അത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് സാത്വികി ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അതാണ് സാത്വികി ബുദ്ധി എന്നുള്ളത്. എന്താ? പ്രവൃത്തിം ച നിവൃത്തിം ച യാ വേത്തി എന്നുള്ളത്. അപ്പോൾ ആ വേത്തി എന്നുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ചേർക്കേണ്ടതാണ്. പ്രവൃത്തിം ച നിവൃത്തിം ച വേത്തി എന്ന്, അല്ലെങ്കിൽ പ്രവൃത്തിം വേത്തി, പ്രവൃത്തി അറിയുന്നു. യാ ബുദ്ധി പ്രവൃത്തിം വേത്തി, ഏതൊരു ബുദ്ധിയാണോ പ്രവൃത്തിയെ അറിയുന്നത്. യാ ബുദ്ധി നിവൃത്തിം വേത്തി, യാതൊരു ബുദ്ധിയാണോ നിവൃത്തിയെ അറിയുന്നത്. രണ്ടും കൂടെ ചേർത്ത് ഒറ്റ വാക്യമാക്കി കഴിഞ്ഞാൽ യാ ബുദ്ധി പ്രവൃത്തിം ച നിവൃത്തിം ച വേത്തി, ഇത്രയേ ഉള്ളൂ. അപ്പം പ്രവൃത്തിം ച നിവൃത്തിം ച, പിന്നെന്താ? കാര്യാകാര്യേ. എന്താ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രവർത്തനം. ബന്ധഹേതു കർമ്മമാർഗ. അപ്പം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കർമ്മമാർഗം എന്ന് മനസ്സിലാക്കാം. പിന്നെ നിവൃത്തി മോക്ഷഹേതു സന്യാസമാർഗ എന്ന്.
അപ്പം സന്യാസമാണ് നിവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മമാർഗമാണ്. അപ്പോൾ ഇത് രണ്ടും പ്രവർത്തിച്ച നിവർത്തിച്ച, ഇതാണ് നമ്മൾ സാധാരണ ഈ പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്. ഭഗവത്ഗീതയിൽ എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? അതിനകത്ത് ഭഗവത്ഗീതയിൽ മാത്രമല്ല നമ്മുടെ സർവ്വശാസ്ത്രങ്ങളിലും പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവുമാണ്. വേറെ ഒന്നും മൂന്നാമതൊരു മാർഗം ആർക്കും ഇല്ല. നമ്മളിനി തെറ്റിദ്ധരിക്കേണ്ട. പ്രവൃത്തി മാർഗം അല്ലെങ്കിൽ നിവൃത്തി മാർഗം, അതായത് ഒന്നുകിൽ കർമ്മത്തിൽ നിൽക്കുക അല്ലെങ്കിൽ കർമ്മം വിട്ടുപോവുക. ഈ രണ്ടെണ്ണമേ ഉള്ളൂ. വേറെ മൂന്നാമത് എന്താ അതിനകത്തുള്ളത്? അപ്പോൾ അതാണ് പ്രവർത്തിംച്ച നിവർത്തിംച്ച. ഇത് നമ്മുടെ ഈ ഒരു 1-2 പോയിന്റുകളേ ഉള്ളൂ. ശരിക്കും മനസ്സിലാക്കി വെക്കേണ്ട 1-2 പോയിന്റുകളേ ഉള്ളൂ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതെല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ ത്രിഗുണങ്ങൾ എല്ലാം ത്രിഗുണങ്ങളിൽ പെടുത്താമെന്നുള്ള ഒരു പോയിന്റാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് മുഴുവനും ഈ 18ാം അധ്യായത്തിൽ പല കാര്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും ഈ 3 പെടുത്തിയിട്ടുള്ളൂ. തമസ്, രജസ്, സത്വം, രജസ്, തമസ്, ഈ 3 പെടുത്തി. അതേമാതിരിയാണ് ഇവിടെയും 2 മാർഗമേ ഉള്ളൂ, പ്രവൃത്തിയും നിവൃത്തിയും. മുഴുവൻ ഭഗവത്ഗീതയിലും എന്താ പറഞ്ഞിരിക്കുന്നത്? 2 മാർഗമേ ഉള്ളൂ, പ്രവൃത്തിയും നിവൃത്തി എന്നുള്ള 2 മാർഗമേ പറയുന്നുള്ളൂ. ഇനി മുഴുവൻ വേദത്തിനകത്തും എന്താ പറഞ്ഞിരിക്കുന്നത്? 2 കാര്യമേ ഉള്ളൂ, പ്രവൃത്തിയും നിവൃത്തിയും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേദം ഭഗവാനെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്ന ഒന്നല്ല. അതായത് നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ, ഞാൻ മഹാനാണ് എന്ന് പറഞ്ഞിട്ട് നൽകിയിരിക്കുന്നതല്ല വേദം. വേദത്തിൽ ഭഗവാൻ നമുക്ക് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും നമുക്ക് ശ്രേയസ്സും പ്രേയസ്സും എന്നുള്ള രൂപത്തിൽ നമുക്കത് നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭ്യുദയ നിശ്രേയസ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടെന്ന് സാരം. അതിനു വേണ്ടിയിട്ട് ശ്രേയോ മാർഗത്തെയും പ്രേയോ മാർഗത്തെയും അഥവാ പ്രവൃത്തി മാർഗത്തെയും നിവൃത്തി മാർഗത്തെയും അഥവാ കർമ്മമാർഗത്തെയും ജ്ഞാനമാർഗത്തെയും വേദത്തിലൂടെ നൽകിയിരിക്കുന്നു എന്ന്. അപ്പം നമ്മുടെ വേദത്തിലൂടെ നൽകിയിരിക്കുന്ന കർമ്മം ഇതല്ല കേട്ടോ, അതായത് നിരോധിത കർമ്മങ്ങളോ അങ്ങനെയുള്ളതൊന്നുമല്ല. വേദത്തിലൂടെ നൽകിയിരിക്കുന്ന കർമ്മം എന്ന് പറയുമ്പോൾ അത് കർമ്മയോഗമായി. അപ്പം അതാണ് പ്രവർത്തിംച്ച നിവർത്തിംച്ച. പിന്നെ കാര്യാകാര്യേ, പിന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് എന്താ? കാര്യാകാര്യം വിഹിത പ്രതിഷിദ്ധേ എന്ന്. കാര്യം അകാര്യം, കാര്യം ചെയ്യേണ്ടത് അകാര്യം ചെയ്യാൻ പാടില്ലാത്തത്. നിനക്കൊരു കാര്യവും ഇവിടെ ഇല്ല എന്ന് നമ്മൾ ചിലപ്പം പറയുമല്ലോ, നിനക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു കാര്യമില്ലാത്ത കാര്യം. നമ്മൾ അങ്ങനെയുണ്ടല്ലോ ചില കാര്യമില്ലാത്ത കാര്യത്തിനകത്ത്. ഇതിനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കണം, നമുക്കവിടെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കണം. ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ചെയ്യേണ്ടതില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ചില സന്ദർഭത്തിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതൊക്കെ അറിയണം. അതിനാണ് കാര്യാകാര്യേ. അല്ലാതെ എന്ത് കണ്ടാലും ഞാനതിനെക്കുറിച്ച് വിളിച്ച് പറയും. എനിക്ക് തോന്നുന്നത് അഴിമതിയാണെന്ന് തോന്നുന്നതിനെതിരെ ഞാൻ ശക്തമായിട്ട് പ്രതിഷേധിക്കും. അല്ലെങ്കിൽ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് മുഴുവൻ ഞാൻ വിളിച്ച് പറയും. ഇങ്ങനെയൊക്കെ പോകരുത് എന്നുള്ളതാണ് കാര്യാകാര്യേ എന്ന് പറയുന്നത്. അതായത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തിനെക്കുറിച്ച് അറിയുന്നു, അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പറയേണ്ടതുണ്ടോ, പിന്നെ പറയാൻ യോഗ്യതയുണ്ടോ എന്നും കൂടെ നോക്കണം. നമ്മൾ അറിയുന്നതെല്ലാം നമുക്ക് പറയാൻ പോകരുത്, അത് വലിയ അപകടം സൃഷ്ടിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് സൂക്ഷിക്കണം. കാര്യാകാര്യേ വിഹിത പ്രതിഷിദ്ധേ. അതുകൊണ്ടാണ് ഈ വിഹിതം പ്രതിഷിദ്ധം എന്നുള്ള വാക്ക് പറഞ്ഞിരിക്കുന്നത്. വിഹിത പ്രതിഷിദ്ധേ. ഇപ്പം അത് സത്യം ബ്രൂയാത് എന്നുള്ള ആ പ്രയോഗത്തിലുണ്ടല്ലോ, നബ്രൂയാ സത്യം അപ്രിയം എന്നെടുത്ത് പറയുന്നുണ്ട്. അതായത് അപ്രിയമായിട്ടുള്ള സത്യം പറയരുത് എന്ന്. അപ്പോൾ നമുക്ക് ചോദിക്കുക ആർക്കപ്രിയം എന്നുള്ളത്. ആർക്കപ്രിയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അപ്രിയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, വക്താവിന് അപ്രിയ ഫലം ലഭിക്കുന്നത്, അതേമാതിരി ശ്രോതാവിന് അപ്രിയത്വം ഉണ്ടാകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പലതും ഉണ്ടാകും. അതായത് അവനവന് ദോഷം ഉണ്ടാകുന്നതും അപ്രിയത്തിൽ തന്നെ വിടും. അല്ലാതെ കേൾക്കുന്ന ആൾക്ക് തൃപ്തിയില്ല, സുഖം വരാത്തത് മാത്രമല്ല അപ്രിയത്തിൽ വരുന്നത്. അപ്രിയം നബ്രൂയാ സത്യം അപ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദോഷകരമായിട്ട് വരുന്നത്, മറ്റുള്ളവർക്ക് ദോഷകരമായിട്ട് വരുന്നത്, ഒരു ഫലവും ഇല്ലാത്തത്, വെറുതെ മാനഹാനി വരുത്താൻ വേണ്ടിയിട്ട് മാത്രം, അത് ഒരു ബഹളം വെച്ചതിന് ശേഷം അതങ്ങ് പോയി, ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുമല്ലോ. അതെല്ലാം നബ്രൂയാ സത്യം അപ്രിയം എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ കാര്യാകാര്യം എന്നുള്ളതിനകത്ത് വരുന്നത്. ചെയ്യേണ്ടത് എന്താണെന്ന് അറിയണം, ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്ന് അറിയും. അതിനെയാണ് വിഹിത പ്രതിഷിദ്ധേ എന്നുള്ള വാക്ക്. അപ്പം വിഹിതം ചെയ്യേണ്ടത്, പ്രതിഷിദ്ധം ചെയ്യാൻ പാടില്ലാത്തത്.
കർത്തവ്യ അകർത്തവ്യേ എന്ന് വേറൊരു രീതി പറഞ്ഞിരിക്കുന്നു മാത്രമേ. കർത്തവ്യം എന്താണ്, അകർത്തവ്യം എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്. കർത്തവ്യ അകർത്തവ്യേ. പിന്നെ കരണ അകരണേ. ഇനി അതും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കരണം എന്ത്, അകരണം എന്ത്. കരണീയം ചെയ്യേണ്ടത്, അകരണീയം ചെയ്യാൻ പാടില്ലാത്തത്. ഇങ്ങനെയാണ് കരണാകരണേ. അപ്പം നമുക്കിതിനകത്തുനിന്ന് ഈ ഇത് കണ്ടോ, കാര്യാകാര്യ എന്നുള്ളതിന് ഒന്നുകിൽ വിഹിത പ്രതിഷിദ്ധേ, പിന്നെ കർത്തവ്യ കർത്തവ്യേ, പിന്നെ കരണ അകരണേ. ഈ മൂന്നും നമുക്ക് വിചാരം ചെയ്ത് ഈ കാര്യാകാര്യ എന്നുള്ളതിനകത്തോട്ട് ചേർക്കാം. ഇത് ഏതത്ത്. അപ്പോൾ അതാണ് എന്താണ് കാര്യവും അകാര്യവും എന്താണെന്ന് ഏതൊരു ബുദ്ധിയാണോ അറിയുന്നത്, കാര്യം കർമ്മ യാ ബുദ്ധി വേത്തി, യാ ബുദ്ധി വേത്തി സാ സാത്വികി ബുദ്ധി. അതേമാതിരി അകാര്യം അവിടെയും അറിയണം, ചെയ്യാൻ പാടില്ലാത്ത അകാര്യം കർമ്മ യാ ബുദ്ധി വേത്തി സാ സാത്വികി ബുദ്ധി. ഇങ്ങനെ കാര്യാകാര്യെ. പിന്നെ ഭയാഭയേ. പിന്നുള്ളത് ഭയാഭയം എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കാണ്. ഇതെന്താണ്? ബിഭേതി അസ്മാതിഥി ഭയം തദ് വിപരീതം അഭയം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഭയവും അഭയവും എന്ന് പറഞ്ഞിരിക്കുന്നത് കർമ്മത്തിൻ്റെ കർമ്മമായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതായത് എന്തിനാൽ നാം ഭയപ്പെടുന്നുവോ അതിനെ ഭയം എന്ന് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ബിഭേതി അസ്മാത് ഹേതോഹോ, ഈ കാരണത്താൽ നമ്മൾ ഭയപ്പെടുന്നു എന്നുള്ളത്. അപ്പം വ്യാഘ്രാദയ എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ചോരാദേഹ എന്നൊക്കെയുള്ള പ്രയോഗത്തിൽ ഇവിടെ ഭയഹേതുവിനെയാണ് ഭയം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭയം നമുക്ക് ഇവിടെ നമ്മളിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഭയം ജനിപ്പിക്കുന്നത് വ്യാഘ്രമാണെന്നുണ്ടെങ്കിൽ ആ വ്യാഘ്രത്തെയാണ് ഇവിടെ ഈ ഭയം എന്നുള്ള പ്രയോഗത്തിലൂടെ നടത്തിയിരിക്കുന്നത്. അപ്പം ബിഭേതി അസ്മാതിഥി ഭയം എന്നുള്ളതാക്കി. പിന്നെ തദ്വിപരീതം അഭയം, അതായത് ഭയത്തെയും അഭയത്തെയും തിരിച്ചറിയണം. അഭയം ബ്രഹ്മ, ഒരു പ്രസിദ്ധമായിട്ടുള്ള പ്രയോഗമാണ്. ബ്രഹ്മം അഭയമാകുന്നു എന്നുള്ളത്, അതാണ് അഭയം ബ്രഹ്മ. അപ്പോൾ ഇതേമാതിരി എന്താണ് ഇതേമാതിരി നമുക്ക് പ്രവൃത്തിക്കും നിവർത്തിക്കും ഹേതുവായിട്ട് നിൽക്കുന്നതാണ് ഈ ഭയവും അഭയവും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേർതിരിച്ചറിയണം എന്നുള്ളതാണ്. അപ്പോൾ എന്തിൽ നിന്ന് ഭയം ഉണ്ടാകുന്നുവോ അതാണ് ഇവിടുത്തെ ഭയം. എന്തിൽ നിന്ന് നമുക്ക് അഭയം ആശ്രയം ഉണ്ടാകുന്നുവോ അതാണ് അഭയം. അഭയം വൈ ബ്രഹ്മ എന്നോ, അഭയം ബ്രഹ്മ. ഇപ്രകാരം ഛാന്ദോഗ്യോപനിഷത്ത് തോന്നുന്നു. അഭയാനന്ദ സ്വാമികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പേരുകൾ നമുക്ക് കാണാൻ പറ്റും. അഭയാശ്രമം, തിരുവനന്തപുരത്തുള്ള ഒരു ആശ്രമമാണ് അഭയാശ്രമം. ഇവിടുത്തെ സ്വാമിജിയാണ് അഭയാനന്ദ സ്വാമിജി. അവിടെ ഉണ്ടായിരുന്ന സമാധിയായിരുന്നു. അപ്പം അഭയം ഭയം ച അഭയം ച ഭയാഭയേ ദൃഷ്ട അദൃഷ്ട വിഷയോഹോ ഭയാഭയോഹോ കാരണേ ഇത്യർത്ഥഃ. അതുകൊണ്ടാണ് ഇവിടെ ദൃഷ്ടവും അദൃഷ്ടവുമായിട്ടുള്ള വിഷയങ്ങൾ. ദൃഷ്ടവിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അദൃഷ്ടം എന്ന് പറയുമ്പോൾ എപ്പോഴും പുണ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ദൈവസംബന്ധമായ കാര്യങ്ങൾ അദൃഷ്ടം എന്ന് പറയുമ്പോൾ. അപ്പോൾ അവിടെയുള്ളത് ഭയവും അഭയവുമായിട്ട് നിൽക്കുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് ഈ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അഭയഹേതു എന്ന് തന്നെ വിചാരിക്കരുത്. ഇപ്പം ദേവപ്രീതി നഷ്ടപ്പെട്ടു, ദേവകോപം ഉണ്ടായി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഈ ദേവ കോപം ഉണ്ടായി എന്ന് പറഞ്ഞാൽ കണ്ണ് കാണാതായി. അങ്ങനെ പറയുമ്പോഴാണ് ദേവപ്രീതി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പം കണ്ണിൻ്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സൂര്യനെ ഉപാസിക്കുന്നു. ഇപ്രകാരം പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ ഉപാസനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഫലം കിട്ടുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഉപാസന ചെയ്ത് ഫലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപാസകന് പിന്നെ ഉപാസന മാർഗം പിന്നെ ഉപാസന ഉപദേശിച്ച ഗുരു ഇവരൊക്കെ എന്താണെന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും ഫലം നിൽക്കുക. ചിലർക്ക് ഫലം കിട്ടുന്നുണ്ട്, ചിലർക്ക് ഫലം കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ളത് അതിൻ്റെ കാര്യത്തിനെക്കുറിച്ച്
അത് അങ്ങനെ തന്നെ ഒരു ശാസ്ത്രമാണ്. ഈ ഉപാസനാശാസ്ത്രം എന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. അതിൽ നിഷ്ണാതരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തു നിന്ന് വേണം അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അപ്പം നമുക്ക് ഈ തത്വശാസ്ത്രം എന്ന് പറയുന്നത് വേറെയാണ്, ഉപാസനാശാസ്ത്രം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പം കൂടുതലും ഈ ആധ്യാത്മികത എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉപാസനാശാസ്ത്രപരമായിട്ടാണ് എല്ലാവരും എടുക്കുക. എന്നിട്ട് തത്വശാസ്ത്രം പറയുന്ന ആളും ഉപാസന ഫലം നൽകുന്ന വിധത്തിലുള്ള ആളായിട്ട് മാറണമെന്നുള്ള രീതിയിൽ നമ്മൾ ആവശ്യമുണ്ടാകും. അങ്ങനെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്കതിന് മനസ്സിലാക്കാം, ബുദ്ധി എന്ന് പറയുന്നത് പ്രവൃത്തിയും നിവൃത്തിയും തിരിച്ചറിയുന്നില്ല, കാര്യം തിരിച്ചറിയുന്നില്ല, അഭയം തിരിച്ചറിയുന്നില്ല. ഇതൊക്കെയാണ്. അത് ഉപാസനയാണെന്നുണ്ടെങ്കിൽ അത് കർമ്മത്തിൽ തന്നെ പെടുന്നതാണ്. കർമ്മത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ മറ്റേതിനകത്തുണ്ടല്ലോ, ഈശാവാസ്യ ഉപനിഷത്തിനകത്ത് യേ അവിദ്യായാഗും രതാഹ എന്ന്, തതോ ഭൂയ ഇവതേ തമഃ യാ അവിദ്യായാം രതാഹ അന്ധം തമഃ പ്രവിശന്തി യേ അവിദ്യാമുപാസത്തെ തതോ ഭൂയ ഇവതേ തമഃ യാ വിദ്യായാഗും രതാഹ എന്ന് പറഞ്ഞൊരു മന്ത്രം അവിടെ കിടപ്പുണ്ട്. അതായത് അവിടെ അവിദ്യ അവിടെ കർമ്മമാണ്, വിദ്യ അവിടെ ഉപാസനയാണ്. അവിദ്യയിൽ അതായത് കർമ്മത്തിൽ വ്യാപരിക്കുന്നവൻ ഇരുട്ടിൻ്റെ ലോകത്തിലേക്ക് പോകുന്നു എന്നും, ഉപാസന അതാണ് വിദ്യ എന്നോട് പറഞ്ഞു. ഉപാസനയുടെ ലോകത്തിലൂടെ ഉപാസനാ മാർഗത്തിലൂടെ പോകുന്നവന് അതിലും വലിയ ഇരുട്ടിലേക്ക് പോകുന്നു. തതഃ ഭൂയഃ ഇവ തമഃ. തതഃ എന്ന് പറയുന്നത് അതിനേക്കാളും മുമ്പ് പറഞ്ഞ തമസിനേക്കാളും ഭൂയഃ തമഃ, കൂടിയ തമസിലേക്ക് ഗച്ഛത്തി. അപ്പോൾ ഇതാണ് നമ്മൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് ഈ അഭയം ഏതാണ്, ഭയം ഏതാണെന്ന് അറിയണം എന്ന് പറയുന്നത്. അപ്പോൾ ഉപാസനാ മാർഗം ഭയരഹിതം ഭയമില്ലാത്തതാണെന്നോ അല്ലെങ്കിൽ ഭയം സമ്പൂർണ്ണമായിട്ടില്ലാതാക്കുന്നതാണോ എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് അഭയം ബ്രഹ്മ എന്നുള്ളത്. തത്വജ്ഞാനം മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഭയനിവൃത്തി നൽകുന്നതായിട്ട് അഭയമായിട്ടുള്ളൂ. ചുരുക്കത്തിൽ അതാണ് പറഞ്ഞു വരുന്നത്. തത്വജ്ഞാനം മാത്രമാണ് അഭയമായിട്ടുള്ളത്. അതാണ് നിവൃത്തി മാർഗം. പ്രവൃത്തി മാർഗം ഉപാസനയാണെങ്കിലും ശരി, അത് ഭയം നൽകുന്നതാണ്. അതൊക്കെ ഇതിനകത്തും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ബന്ധം, പിന്നുള്ളത് ബന്ധം. അപ്പോൾ ഇതെല്ലാം ഒരെണ്ണത്തിൻ്റെ തന്നെ തുടർച്ച. എല്ലാം പ്രവൃത്തി എന്ന് വന്നു കഴിഞ്ഞാൽ അത് കാര്യം ഭയം പിന്നെ ബന്ധം, ഇതെല്ലാം കൂടെ ഒന്നിച്ചു പോകും. പിന്നെ നിവൃത്തി എന്ന് വന്നു കഴിയുമ്പോൾ ഇവിടെ കാര്യകാര്യം ഇത് ബന്ധിപ്പിക്കേണ്ട കേട്ടോ. പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നത് കാര്യം ഭയം ഇതെല്ലാം ബന്ധം, ഇങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞു കിടക്കുകയാണ്. പിന്നെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ബന്ധം, നിവൃത്തി എന്ന് പറഞ്ഞാൽ മോക്ഷം. ഇങ്ങനെ എടുക്കാം, അത് മാത്രം എടുത്താൽ മതി. അപ്പം പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം, നിവൃത്തി എന്ന് പറഞ്ഞാൽ മോക്ഷം. അതാണ് ബന്ധം മോക്ഷം ചെയ്യാവേത്തി. അപ്പോൾ ഇതെല്ലാം തുടർച്ചയാണ്, ബന്ധവും മോക്ഷവും. അത് നമ്മൾ തിരിച്ചറിയണം. എന്താണ് ഈ മോക്ഷം, എന്താണ് ബന്ധം എന്നുള്ളത്. ഇപ്പം ഈ മോക്ഷം, വൈകുണ്ഠപ്രാപ്തി മോക്ഷം, ശിവലോകമടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവലോകപ്രാപ്തി മോക്ഷം. ഇങ്ങനെയുള്ള മോക്ഷധാരണകളുമുണ്ട്. അല്ലെങ്കിൽ ഉടലോടുകൂടി സ്വർഗത്ത് പോയി എന്നുള്ളത് വേറൊരു മോക്ഷധാരണയുണ്ട്. നമുക്കൊരു ഐഡിയയും ഇല്ല എന്താണ് ഈ മോക്ഷം എന്നുള്ളത്. അപ്പോൾ അതിവിടെ പറയുന്നത് ഒരു ഐഡിയ ഇല്ലാതെ നമ്മളിങ്ങനെ ഇങ്ങനെ അന്ധന് കാട്ടിയൊരു കണ്ണാടി പോലെ, അതേമാതിരി ഒന്നും അറിയാത്തവരായിട്ട് ഇങ്ങനെ നിൽക്കരുത്. തത്വജ്ഞാനം കൊണ്ട്, തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഗീതാ പഠനമാണ്. അതായത് നമ്മുടെ ഉടനെ അയ്യോ ഈ തത്വജ്ഞാനത്തിന് ഇനി എവിടെയാണ് പോകേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് അതിലൂടെ ബന്ധം എന്താണ്, മോക്ഷം എന്താണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കാം. അതായത് ഈ ബന്ധവും മോക്ഷവും എന്നൊക്കെ മനസ്സിലാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കി വിട്ടിട്ട് ഒരു കാര്യമാണ്. അത് ഉണ്ടാക്കി വിട്ടതിൻ്റെ കാരണം നമുക്ക് ഈ ആധ്യാത്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിദ്ധന്മാരെ പോയി കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഈ മോക്ഷപ്രാപ്തി ലഭിക്കുന്നു, അല്ലെങ്കിൽ അവരെ സ്പർശിച്ചു കഴിഞ്ഞാൽ അവരുടെ നിന്ന് കിട്ടുന്നു, അതല്ലെങ്കിൽ അവർ പഴമോ മറ്റോ തന്നു കഴിഞ്ഞാൽ അതുവഴി കിട്ടുന്നു. ഈ മാതിരിയുള്ള ധാരണകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരണകൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പഴം കൊടുക്കണം. പഴം കിട്ടിയാൽ അതുവഴി മോക്ഷം കിട്ടുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക, നമ്മൾ പഴം കൊടുക്കും. അത് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അതിനകത്തൂടെ പ്രയോജനമൊന്നുമില്ലയെന്ന് കണ്ടു കഴിയുമ്പോൾ
പല പ്രാവശ്യം പഴം കൊടുത്ത് നോക്കുക. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും പഴം കിട്ടിയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവും. അന്നേരം നമുക്ക് പഴം കൊടുക്കൽ നിർത്താം. ഇങ്ങനെയാണ് ഇതിനകത്തെ പോക്ക്. അതായത് പക്ഷേ ഇത് നമ്മുടെ ഒരു ഭാവനയാണ്. ഭാവനയ്ക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭാവന കൊണ്ട് നമുക്ക് ഫലമൊന്നുമില്ല. ഇത് ഈ ഭാഗവതത്തിനകത്തുണ്ട്. അതായത് പഴം കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടിയുണ്ടായി. അപ്പം പഴം കൊടുത്തു, മന്ത്രിച്ച് പഴം കൊടുത്തു, കുട്ടിയുണ്ടായി. അപ്പം കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഴം കൊടുത്തു, എന്നിട്ട് കുട്ടി ഉണ്ടായില്ല. പകരം ഈ പഴം പശുവിന് കൊടുത്തു, പശു പഴം തിന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ പശുവിന് കുട്ടിയുണ്ടായി. അത് കഥയാണ്. അതേമാതിരി ഇവിടെ പഴം കിട്ടിയിട്ട് ഗർഭം ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, വലിയ പ്രശ്നമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇതേമാതിരിയുള്ളതൊക്കെ കഥകളൊക്കെ ആയിട്ട് നമുക്ക് ഭാവനയൊക്കെ കൊള്ളാം. നമുക്ക് ഒരുപാട് ഭാവനകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമകൾ മുഴുവൻ ഭാവനയാണ്. ചൈനീസ് മൂവീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതു തരത്തിലുള്ള ഭാവന വേണോ അത് മുഴുവൻ അതിനകത്തുണ്ട്. ഇതേമാതിരി ഇങ്ങനെയാണ് ഇതിനകത്തെ പോക്കതെന്ന് പറയുന്നത്. ഭയാഭയേ അത് കഴിഞ്ഞു. അതിൻ്റെ ശേഷം ബന്ധം ച മോക്ഷം ച. അപ്പോൾ ഇതാണ് നമുക്ക് ഉണ്ടാകുന്ന ഈ തെറ്റിദ്ധാരണകളെന്ന് പറയുന്ന ആ മേഖലയുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തുനിന്ന് നമ്മൾ തിരിച്ചറിയണം എന്താണ് ഈ മോക്ഷം എന്നുള്ളത്. തിരിച്ചറിയണം. അനുഗ്രഹം എന്നുള്ള വാക്കുകളുണ്ട്. എന്താണ് അത് നമ്മൾ തിരിച്ചറിയണം. അതായത് തത്വജ്ഞാനം കൊണ്ടുള്ള അനുഗ്രഹവും തത്വജ്ഞാന സംബന്ധമായിട്ടുള്ള അനുഗ്രഹം എന്ന് പറയുന്നതും അതേമാതിരി ദൈവ സംബന്ധമായ അനുഗ്രഹം എന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ട് തന്നെ എടുക്കണം. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷം ദൈവം. അപ്പം മാനുഷം വിത്തം ആർജിച്ചതുപോലെ തന്നെ ആർജിക്കാൻ പറ്റുന്നൊരു വിത്തം ദൈവവും വിത്തവുമാണ്. അതുകൊണ്ട് നമുക്ക് ആരോഗ്യം, നമുക്ക് മാനുഷമായിട്ടുള്ള മനുഷ്യ സംബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച് നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാം. അതൊക്കെ ദൈവം എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. അപ്പോൾ അങ്ങനെ ദൈവം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് എല്ലാ വിധത്തിലും ഉപാസന കിടപ്പുണ്ട്, പിന്നെ യജ്ഞകർമ്മങ്ങളൊക്കെ ഉണ്ട്. അത് കാരണം നമുക്കൊരു വിശേഷപ്പെട്ട പൂജ ചെയ്തു, അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഹോമം ചെയ്തു, അതുകൊണ്ട് രോഗം മാറി എന്നൊക്കെ പറഞ്ഞാൽ ദൈവസംബന്ധമായിട്ടാണ്. അപ്പോൾ അതിനെയൊന്നും നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കണം എന്തിന് എന്ത് എന്നുള്ളത്. എന്തിനു വേണ്ടി ചെയ്തു, എന്ത് ചെയ്തു, ഇത് രണ്ടും നമ്മൾ അറിയണം. ഇങ്ങനെ അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്തെ ബന്ധം എന്താണെന്നും മോക്ഷം എന്താണെന്നുള്ളതും നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പം തത്വജ്ഞാനം കൊണ്ട് മാത്രമാണ് മോക്ഷം. അത് നമ്മൾ എപ്പോഴും അടിവരയിട്ട് തന്നെ കാണണം. മറ്റൊന്നിൻ്റെ ആവശ്യമില്ല മോക്ഷത്തിന്. അതും നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അല്ലാതെ ഉപാസനാസഹിതമായ തത്വജ്ഞാനം, വൈദിക കർമ്മസഹിതമായ തത്വജ്ഞാനം, ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള ഈ കൂട്ടിച്ചേരലുകളൊന്നും ആവശ്യമില്ല. തത്വജ്ഞാനത്തിലേക്ക് എത്താൻ വൈദികർമ്മം ചിലപ്പോൾ സഹായിച്ചെന്ന് വരാം. ചിലപ്പോൾ എന്നേ പറയുന്നുള്ളൂ. എല്ലാവരും വൈദികർമ്മം ചെയ്യണമെന്നില്ല. ചിലർ ചെയ്യുന്നവർ അതിൽ സഹായിക്കുന്നു എന്നുള്ളൂ. പിന്നെ ഉപാസനകൾ ചിലരെ സഹായിച്ചു എന്ന് വരാം. ചിലരെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. സഹായിച്ചു എന്ന് വരാം. ചിലരാണെന്നുണ്ടെങ്കിൽ അവർ ഉപാസന ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഫലവും കിട്ടുന്നുണ്ട് എന്നുള്ളതല്ല, തത്വജ്ഞാനത്തിലേക്ക് എത്തുന്നില്ല. പിന്നെ തത്വജ്ഞാനത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ തത്വജ്ഞാനവും ഉണ്ടാവുകയും ചെയ്യും. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും അതിൻ്റെ കഥകളൊക്കെ പുരാണങ്ങളിൽ നമുക്ക് സമൃദ്ധമായിട്ട് കാണാം. അതാണ് ബന്ധം മോക്ഷം ച യാവേത്തി. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വേർതിരിച്ച് ഏതൊരു ബുദ്ധി അറിയുന്നുവോ ആ ബുദ്ധി ബുദ്ധി വേത്തി, യാതൊരു ബുദ്ധി അറിയുന്നുവോ സാ പാർത്ഥ സാത്വികീ. അപ്പം നമ്മുടെ വലിയൊരു കൺഫ്യൂഷൻ പോയി കിട്ടും. എന്താണ് എൻ്റെ ബുദ്ധി സാത്വികമാണോ എന്നുള്ള എല്ലാവർക്കും ഇപ്പം എല്ലാം എൻ്റെ സാത്വികമാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതെടുത്ത് നോക്കിയാൽ മതി. പ്രവൃത്തി നിവൃത്തി അറിയാമോ? അറിയാം. എന്നാൽ സാത്വികയാണ്. കാര്യാകാര്യം അറിയാമോ? ഭയാഭയം എന്താണെന്നറിയാമോ? ബന്ധം മോക്ഷം അറിയാമോ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഒരു സംശയവും ഇല്ലാണ്ട് അറിയണം. അങ്ങനെ അറിയുമ്പോൾ മാത്രമാണ് അതിനെ ബുദ്ധി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അറിയാമെങ്കിൽ ആ ബുദ്ധി സാത്വികമായ ബുദ്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാത്വിക ബുദ്ധിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് മറ്റെങ്ങും പോകണ്ട, ഇതൊന്ന് പരിശോധിച്ചാൽ മതി. അപ്പം അത് പക്ഷേ നമുക്ക് സാത്വികത്തിൻ്റെ നിർവചനം മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയാത്ത പോകും പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാജസവും താമസവും എന്ന് പറയുന്നതുമായിട്ട് നമുക്കൊന്ന് സംബന്ധിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കൊരു വ്യക്തത കിട്ടും. യയാധർമ്മം അധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥ രാജസി. ഇപ്പം രാജസി ബുദ്ധി എന്താണ്?
ഇവിടെ നമുക്ക് കാണാം. അതായത് രാജസി ബുദ്ധി, സാത്വികി ബുദ്ധി, ഇതൊക്കെ സ്ത്രീലിംഗത്തിലായതുകൊണ്ടാണ് ഈ സാത്വികി രാജസി ഇപ്രകാരമുള്ള പ്രയോഗം വന്നു. സമയം 25-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് കാണാം, മോഹാദാരഭ്യത്തെ കർമ്മ യത്തത് താമസമുച്യത്തെ എന്ന്. താമസം കർമ്മ എന്ന് പറഞ്ഞു. അപ്പം കർമ്മം എന്ന് പറയുന്ന നപുംസകമായതുകൊണ്ട് താമസം എന്ന്. അതേമാതിരി 24-ാമത്തെ ശ്ലോകത്തിൽ കർമ്മ ബഹുലായാസം തദ് രാജസം ഉദാഹൃതം. അവിടെ കണ്ടത് രാജസം കർമ്മ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഏതൊരു യയാ ധർമ്മം അധർമ്മം ച, ഏതൊരു യയാ ബുദ്ധി, യയാ യാതൊന്നിനാൽ, ധർമ്മം അധർമ്മം ച ധർമ്മവും അധർമ്മവും ച, കാര്യം ച അകാര്യമേവ ച കാര്യവും അകാര്യവും, അയഥാവത് പ്രജാനാതി. ഇപ്പം ധർമ്മവും അധർമ്മവും കാര്യവും അകാര്യവും ഇത് അയഥാവത്. യഥാവത്ത് എങ്ങനെയോ അങ്ങനെ, അയഥാവത്ത് എങ്ങനെയല്ലയോ അല്ലെങ്ങനെയല്ല, തെറ്റിദ്ധരിച്ച് എന്നർത്ഥം. അതിനെയാണ് അയഥാവത് പ്രജാനാതി. ജാനാതി പ്രജാനാതി, പ്രകർഷേണ ജാനാതി, അത്രയേ ഉള്ളൂ. നല്ലതുപോലെ അറിയുന്നു. അതായത് തെറ്റിദ്ധരിച്ച് ധർമ്മത്തെ അധർമ്മമായിട്ടും അറിയുന്നു, അധർമ്മത്തെ അങ്ങനെയല്ല. അതടുത്തത് വരുന്നുണ്ട്. യയാ ധർമ്മം ശാസ്ത്രചോദിതം അധർമ്മം ച തത് പ്രതിഷിദ്ധം, കാര്യം ച അകാര്യം ഏവ ച പൂർവോക്ത ഏവ കാര്യാകാര്യെ അയഥാവത് ന യഥാവത് സർവതഃ നിർണയേന ന പ്രജാനാതി ബുദ്ധി സാ പാർത്ഥരാജസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധർമ്മത്തെയും അധർമ്മത്തെയും കാര്യത്തെയും അകാര്യത്തെയും എങ്ങനെയോ അങ്ങനെ ആയിട്ട് അറിയാത്തത്, അതാണ് യഥാവത്ത് എന്നുള്ളത്. അതായത് ധർമ്മത്തെ അധർമ്മമായിട്ടോ അധർമ്മത്തെ ധർമ്മമായിട്ടോ എന്നുള്ളതല്ല, ധർമ്മത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ അറിയാത്തത്, അധർമ്മം എന്താണെന്നുള്ളത് പറഞ്ഞിരിക്കുന്ന പോലെ അറിയാത്തത്. അതായത് നമ്മൾ ന്യായം എല്ലാം കൂടെ കൊണ്ടുവന്നതിന് ശേഷം മറ്റേതോ വിധത്തിൽ അറിയും, ഇത്രയാണ്. അത് വെള്ളം ചേർത്ത്, അതായത് ധർമ്മത്തിൽ വെള്ളം ചേർത്ത് അറിയുക എന്നുള്ളത്. അധർമ്മത്തെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുഷ്ടിപ്പെടുത്തി അറിയുക എന്നുള്ളത്. ഇങ്ങനെ അധർമ്മം നമുക്ക് നമ്മൾ വെളുപ്പിച്ച്, ഇതുണ്ടല്ലോ പ്രയോഗം ഉണ്ടല്ലോ, നമ്മൾ വെളുപ്പിക്കുക എന്ന് പറയുന്നത്. ഇതൊരു ക്യാപ്സൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ നമുക്ക് ഇതിനകത്ത് ഒരു പോപ്പുലറായിട്ടുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ അതിന് ന്യായീകരണം. നമ്മൾ ന്യായീകരിച്ചിട്ട് ധർമ്മത്തെ ന്യായീകരിക്കല്, ധർമ്മത്തെ നമ്മൾ വേണ്ട വിധത്തിൽ മാനിക്കാതെ വേറെ ഏതോ തരത്തിലാക്കുക, അധർമ്മത്തെ ന്യായീകരിച്ച് ധർമ്മം പോലെ ആക്കുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ചെറിയ തോതിൽ. ഇതിൻ്റെ കൂടിയ ലെവലെന്ന് പറയുന്ന അടുത്തതിലേക്ക് വരുന്നുണ്ട്. അതാണ് അയഥാവത് പ്രജാനാതി. യഥാവത് പ്രജാനാതി സാത്വിക ബുദ്ധി, അയഥാവത് പ്രജാനാതി രാജസബുദ്ധി. ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് യഥാവത് എന്നുണ്ട്. ബന്ധം മോക്ഷം ച യാ വേത്തി എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ യഥാവത് എങ്ങനെയോ അങ്ങനെ എന്നുള്ളത്. അത് അയഥാവത്തായാൽ, എങ്ങനെയാണോ അങ്ങനെ അല്ലാതായാൽ അതാണ് രാജസി ബുദ്ധി എന്ന് പറഞ്ഞിരിക്കുന്നത്. അയഥാവത് പ്രജാനാതി ബുദ്ധിസ പാർത്ഥ രാജസി. അപ്പോൾ നമുക്ക് താമസം കൂടെ നമുക്കൊന്നറിയാം. താമസി ബുദ്ധി എന്താണെന്നും കൂടെ അറിയാം. അധർമ്മം ധർമ്മമിതി യാമന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധിസാ പാർത്ഥ താമസി. ഇതാണ് നമുക്ക് ഏറ്റവും അപകടകാരി എന്ന് പറയുന്നത്. ഈ അപകടകാരി താമസം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അപകടകാരിയാണ്. ഈ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഒരു മന്ദതയും മൂഢതയും ഉറങ്ങി തൂങ്ങി നടക്കലെന്ന് പറയുന്നത് അല്ല താമസം. ആ താമസം എന്ന് പറയുന്നത് ഒരു അല്പം മാത്രം. പക്ഷേ ഇതിനകത്ത് ഇവന് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ താമസം എന്ന് പറഞ്ഞാൽ. ഈ താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അതൊരു നീരാളിപ്പിടുത്തം പോലെ, അതിനകത്തൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ താമസം ഇങ്ങനെയാണ് ചെയ്യുന്നത്. അധർമ്മം ധർമ്മമിതി, അധർമ്മത്തെ ധർമ്മമായിട്ട്, പിന്നെ യാമന്യതേ തമസാവൃത, തമസ ആവൃത ബുദ്ധി എന്നുള്ളത്. അപ്പോൾ ഈ തമസിനാൽ മൂടപ്പെട്ടതായിട്ടുള്ള ബുദ്ധി അധർമ്മത്തെ ധർമ്മമായിട്ട് എടുക്കുന്നു. അത്രയേ ഉള്ളൂ. അതാണ് അധർമ്മം. അതാണ് നമ്മൾ തോന്നിയത് ഇത് ശരിയാണെന്ന് പറഞ്ഞ് തോന്നിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുമല്ലോ. എൻ്റെ മനസാക്ഷിക്കനുസരിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വലിയ ഗംഭീരമായിട്ടും പറഞ്ഞു നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. മനസാക്ഷിക്കനുസരിച്ച് ചെയ്തു, ദൈവം എനിക്ക് തോന്നിപ്പിച്ചിട്ടാണ് ഞാനത് ചെയ്തത്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മനസാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തോന്നിപ്പിച്ചത് ചെയ്തു എന്നൊക്കെ ശരിയാണ്, മനസാക്ഷിക്കനുസരിച്ചാണ് ചെയ്തതെന്നും ഒക്കെ ശരിയാണ്. പക്ഷേ അത് അധർമ്മം ധർമ്മമിതി, അധർമ്മത്തെ ധർമ്മമായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ചെയ്തതെങ്കിലോ എങ്കിൽ അത് മനസാക്ഷിക്കനുസരിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. കാരണം മനസാക്ഷി എന്ന് പറയുന്നത് വേറെ തരത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കി വന്നിരിക്കുന്ന ഒരു വാക്കാണ്. ഇപ്പം മനസാക്ഷിക്കനുസരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം സത്യമാണെന്നോ എല്ലാം ഈശ്വരനാണെന്നുള്ള രീതിയിൽ അതും ഒരു അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതല്ലാണ്ട് യാതൊരു വിധത്തിലുള്ള അതിനൊരു അത് സത്വബുദ്ധിക്കനുസരിച്ച് പോകാം, രജോ ഗുണ സമൃദ്ധമായിട്ടുള്ള ബുദ്ധിക്കനുസരിച്ച് പോകാം, തമോ ഗുണത്തിനനുസരിച്ചിട്ടുള്ള ബുദ്ധിക്കനുസരിച്ച് പോകാം, ഇങ്ങനെ എന്ത് വേണേലും പോവാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇത് വേർതിരിച്ചറിയാതെ ഇതെല്ലാം കൂടെ ഈ മനസാക്ഷി എന്ന് പറഞ്ഞ ഒറ്റ പ്രയോഗത്തിൽ അങ്ങ് രക്ഷപ്പെട്ടു പോകും ആൾക്കാർ. ഇങ്ങനെയൊക്കെയുള്ളത് അതൊക്കെയാണ് ഒരുമാതിരി രക്ഷപ്പെടൽ. ആ രക്ഷപ്പെടലൊക്കെ താമസത്തിൽപ്പെടുന്നതാണ്. അതായത് ധർമ്മത്തെയും അധർമ്മത്തെയും തീരുമാനിക്കേണ്ടത് മനസാക്ഷി അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. കാരണം മനസാക്ഷി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഒരു തോന്നലും അറിവും ഒക്കെയാണ് അവനവൻ ഈ മനസാക്ഷി എന്നുള്ള പ്രയോഗത്തിൽ കൊണ്ടുവെക്കുന്നത്. അല്ലാതെ ശരിക്കും മനസ്സിൻ്റെ സാക്ഷി എന്ന് പറയുന്നത് പരമാത്മാ എന്നുള്ളത് അർത്ഥത്തിലേക്കൊന്നും ആരും പോകുന്നില്ല. അല്ലെങ്കിൽ മനസ്സിൻ്റെ സാക്ഷി ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്ന് പറഞ്ഞാൽ ഈശ്വരനെ മനസ്സിൻ്റെ സാക്ഷിയായിട്ട് കണ്ടിട്ട് ഈശ്വരൻ്റെ നിർദ്ദേശാനുസരണമാണ് എന്നുള്ളത് അതൊരു പറച്ചിൽ മാത്രമുള്ളതല്ലാണ്ട് അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. ഒരുവൻ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ എന്താണോ ശരിയെന്ന് തോന്നുന്നത്, എന്താണോ അവനിപ്പം വേണ്ടതെന്ന് തോന്നുന്നത്, എന്തു ചെയ്താലാണോ അവന് ലാഭം ഉണ്ടാകുന്നത്, ഇതെല്ലാം നോക്കിയിട്ട് ഒരു തോന്നലിനനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കുകയാണ് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് അവസാനം എനിക്ക് അതിനകത്ത് പങ്കൊന്നുമില്ല എന്നുള്ള രീതിയിൽ കൈകഴുകലാണ് ഈ മനസാക്ഷി എന്നുള്ള ഒരു പ്രയോഗം. ഈ കള്ളു കുടിച്ചിട്ട് ചീത്ത വിളിച്ചതിന് ശേഷം പറയുന്ന മാതിരി, ഞാനല്ല ചീത്ത പറഞ്ഞത്, കള്ളാണ് ചീത്ത പറഞ്ഞതെന്ന് പറയുന്ന മാതിരിയുള്ള അതേമാതിരിയാണ് കള്ളു കുടിക്കാതെ എന്തെങ്കിലും ചെയ്തതിന് ശേഷം പറയും മനസാക്ഷി. ഇതൊക്കെ കള്ളത്തരമാണ്. കള്ളത്തരത്തിൻ്റെ ഒരുപാട് കള്ളത്തരങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അപ്പോൾ ഇതെല്ലാം ഈ താമസപ്പെട്ടതാണ്. അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃത, സർവാർത്ഥാൻ വിപരീതാംശ. അപ്പോൾ ഈ താമസബുദ്ധിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്, സർവാർത്ഥാൻ വിപരീതാംശ. എന്താ ഇവിടെ സംഭവിക്കുന്നത്? സർവാർത്ഥാൻ സർവാൻ ഏവ ജ്ഞേയപദാർത്ഥാൻ വിപരീതാൻ ഏവം വിജാനാതി. സർവാർത്ഥാൻ വിപരീതാൻ എന്ന് എല്ലാം തലതിരിച്ച്, ഇതാണ് ചുരുക്കത്തിൽ മനസ്സിലാക്കേണ്ടത്, വിപരീതങ്ങളായിട്ട് തിരിച്ചറിയുന്നു. ജ്ഞേയപദാർത്ഥാൻ സർവാൻ വിപരീതാൻ. അപ്പോൾ അതായത് ഇത് രണ്ടും നമുക്ക് ഇങ്ങനെ എടുക്കണം. ഒന്ന് സർവാർത്ഥാൻ, രണ്ട് വിപരീതാൻ. എന്നുള്ളത് അവിടെ വന്നതുകൊണ്ട് അപ്പോൾ ഒന്ന് അറിയേണ്ടതായിട്ടുള്ള എല്ലാത്തിനെയും, അതാണ് സർവാർത്ഥാൻ എന്നുള്ളത്. അപ്പോൾ അർത്ഥശബ്ദം കൊണ്ട് പദാർത്ഥം എന്നുള്ള അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്. അറിയേണ്ടവ എന്നുള്ള അർത്ഥത്തിലാണ് സർവാർത്ഥാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അറിയേണ്ടവ അത് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. അറിയേണ്ടതെല്ലാം, അത് ഏത് വിഷയമാണല്ലോ. പിന്നെ വിപരീതാൻ, അറിയേണ്ടതില്ലാത്തവ എന്നുള്ള രീതിയിലേക്ക് വിപരീതൻ. അപ്പം ജ്ഞേയ പദാർത്ഥാൻ അതേമാതിരി അറിയേണ്ടതില്ലാത്തവ. ഇവയെല്ലാം തമസാവൃതായാമന്യത, ഇവയെല്ലാം തമസിനാൽ മൂടപ്പെട്ടതായിട്ട് അറിയുന്നു എന്നുള്ളത്. തമസിനാൽ മൂടപ്പെട്ടതായിട്ട് അറിയുന്നു എന്ന് പറയുമ്പോൾ ഈ അധർമ്മം ധർമ്മം ആ തരത്തിലാണ് ഇതിൻ്റെ പോക്ക്. ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിക്കൽ, ഇത് മുഴുവൻ ഇതിനകത്ത് വിടുന്നതാണ്. ഇതിനാ നമ്മുടെ ഈ പാമ്പും കയറിൻ്റെ ഉദാഹരണത്തിൽ പറയുമ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ ആദ്യം കയറ് മൂടപ്പെട്ടു, അതിനുശേഷം പാമ്പ് പ്രത്യക്ഷപ്പെട്ടു, ഇത്തരത്തിലാണല്ലോ. അപ്പം അതിനുശേഷം എന്നുള്ളൊരു പ്രയോഗമാണ് ചോദ്യം. രണ്ടും കൂടെ ഒന്നിച്ചല്ലേ വന്നത്? ഒന്നിച്ചാണോ വന്നത്? പക്ഷേ കാര്യകാരണ നിരൂപണം നടത്തുമ്പോൾ നമുക്ക് മൂടപ്പെട്ടതിനാൽ കണ്ടു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. മറയപ്പെട്ടതിനാൽ, രജ്ജു മറയപ്പെട്ടതിനാൽ എന്നുള്ളത്. അപ്പോൾ ആ മറയപ്പെടൻ എന്നുള്ളതിനാണ് ഇവിടെ തമസാവൃത എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലായിടത്തും നമുക്ക് കാണാവുന്നതാണ്. ചുരുക്കത്തിൽ ബുദ്ധിയിൽ വേണ്ട വിധത്തിൽ വേർതിരിച്ചറിയാത്തൊരു ബുദ്ധിയുണ്ട്, പിന്നെ വിപരീതമായിട്ട് അറിയുന്ന ബുദ്ധിയുമുണ്ട്.
അപ്പം വിപരീതമായിട്ട് അറിയുന്ന ബുദ്ധിയാണെങ്കിൽ താമസമായി, വേണ്ട വിധത്തിൽ അറിയാത്തൊരു ബുദ്ധിയാണെങ്കിൽ രാജസമായി. അപ്പം നമുക്ക് ഈ ദുര്യോധനം പറഞ്ഞിട്ടൊരു പ്രയോഗം ഉണ്ടല്ലോ, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി ജാനാമ്യധർമ്മം നചമേ നിവൃത്തി. അതൊക്കെ ആ രാജസ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. ധർമ്മം എന്താണെന്നറിയാം, പക്ഷേ എനിക്കതിനകത്തുനിന്ന് അതിലേക്ക് പ്രവൃത്തി സാധ്യമാവുന്നില്ല. ജാനാമി അധർമ്മം നചമേ നിവൃത്തി. എനിക്ക് അധർമ്മം എന്താണെന്നറിയാം, പക്ഷേ അതിനകത്തുനിന്ന് അതിൽ നിന്നും നിവർത്തനാവാൻ സാധിക്കുന്നില്ല, അതിൽ നിന്നും വിട്ടുപോകാൻ സാധിക്കുന്നില്ല. അവിടെ നിവൃത്തി എന്ന് പറഞ്ഞാൽ വിട്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഞാൻ ധർമ്മത്തെ അധർമ്മമായിട്ട് തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ അധർമ്മത്തെ ധർമ്മമായിട്ട് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ താമസ സ്വഭാവമല്ലത്, പകരം രാജസ സ്വഭാവമാണ്. അതുകൊണ്ടാണ് യയാധർമ്മം അധർമ്മം ച കാര്യം ച അകാര്യം ഏവച്ച അയഥാവത് പ്രജാനാതി. ആ തരത്തിൽ അത് പോകും. അതായത് ധർമ്മത്തെ അറിയാം, പക്ഷേ അതിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അതിലും ഉത്കൃഷ്ടമായിട്ട് എന്തോ ഒരു ഉത്കൃഷ്ടമായിട്ടുള്ളതാണ് മറ്റേതെന്നുള്ള രീതിയിൽ ഒരു പ്രേരണ നൽകുന്ന വിധത്തിൽ വേണ്ട വിധത്തിൽ ധർമ്മത്തെ ഗ്രഹിക്കാതെ കിടക്കുന്നു എന്നുള്ളത്. അധർമ്മം ധർമ്മം ഇതി യാ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച. അപ്പോൾ ഇവിടെ വിപരീതാൻ ച, ഇത് രണ്ടും കൂടെ ചേർത്തപ്പോഴാണ് വിപരീതാംശ്ച എന്നുള്ളത്. അതായത് പദത്തിൻ്റെ അന്ത്യത്തിൽ കിടക്കുന്ന നകാരം, അതിനുശേഷം ചായും കൂടെ വന്നു, വിപരീതാൻ പിന്നെ ച. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ നകാരം ഉണ്ടല്ലോ, ഈ നകാരത്തിൻ്റെ സ്ഥാനത്ത് വിപരീതാംശ്ച ഒരു അനുസ്വാരം, അതായത് മുകളിലുള്ള കുത്തും വന്നു, പിന്നെ വിസർഗവും വന്നു. ആ വിസർഗത്തിൻ്റെ സ്ഥാനത്ത് ശകാരം വന്നിട്ടാണ് വിപരീതാംശ്ച എന്നായി. ധൃത്യായയാ ധാരയത്തെ മനഃപ്രാണേന്ദ്രിയക്രിയാ യോഗേന വ്യഭിചാരിണ്യ ധൃതിസ്സാ പാർത്ഥ സാത്വികി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ എന്തായിരുന്നു ഭഗവാൻ പറഞ്ഞത്? ബുദ്ധേർ ഭേദം ധൃതേശ്ചൈവ എന്ന് പറഞ്ഞു. എല്ലാം കൃത്യമാണ്, എല്ലാം കണക്കനുസരിച്ചാണ് പോകുന്നത്. അപ്പം ഇത് വേറെ ചില ആൾക്കാരുണ്ട്, ഭഗവത്ഗീതയുടെ അർത്ഥമൊന്നും പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഇതങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇത് ശ്ലോകങ്ങൾ വായിച്ച് അങ്ങനെ ഇരിക്കാനല്ല ഭഗവാൻ പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞത് ശ്ലോകം വായിച്ച് അർത്ഥം മനസ്സിലാക്കാനാണ് പറഞ്ഞത്. അപ്പം ദിവസവും രാവിലെ 10 മിനിറ്റ് എഴുതുന്നുണ്ട്, ബുദ്ധർ ഭേദം നിർദ്ദേശിച്ച ഗുണത. ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് കാര്യം മനസ്സിലാവാനാണ്? അർത്ഥം അറിഞ്ഞതിന് ശേഷം വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതൊരു ആവർത്തനമാണ്, അത് നമുക്കിങ്ങനെ മറന്നു പോകാതിരിക്കാൻ കൊള്ളാം. പക്ഷെ അർത്ഥം അറിയാതെ വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത പഠനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കുറേശ്ശെ പഠിച്ചുകൊണ്ട് പോകണമെന്നുള്ള. പിന്നെ ബാക്കിയുള്ള ശാസ്ത്രങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതേമാതിരി കുറേശ്ശെ സിസ്റ്റത്തോടു കൂടിയിട്ട് പഠിച്ചുകൊണ്ട് പോകണം. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തുടർച്ചയായിട്ടുള്ള പഠനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പഠനം അത് രണ്ടും. പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഠിപ്പിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. കാരണം പഠിപ്പിക്കാൻ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആഴ്ചയിലൊരിക്കലാണെങ്കിൽ നമ്മളത് ചെയ്തു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിവെക്കും. ആ തരത്തിലാണ് നമ്മുടെ ബുദ്ധി വ്യാവഹാരിക തലത്തിൽ ബുദ്ധി കിടന്ന് കറങ്ങുന്നത്. അതാണ് ഇതിൻ്റെ സ്വഭാവം. അതിനകത്ത് തെറ്റും ശരിയൊന്നും നോക്കാൻ പോകേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ബുദ്ധി, അത്രയേ ഉള്ളൂ. അതിനകത്ത് അത് തെറ്റാണെങ്കിൽ തെറ്റ്, അത് ശരിയാണെങ്കിൽ ശരി. അതിനകത്തല്ലാതെ അതിൻ്റെ പേരിൽ നമ്മളെ ആരോടും തർക്കിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതേമാതിരി ബുദ്ധിയും പിന്നെ പറഞ്ഞ ധൃതിയുമാണല്ലോ. അപ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് ധൃതി. ധാരയത്തെ ഇത് ധൃതി, ഇതാണ് ഇതിൻ്റെ വാക്ക്. ധാരണേ എന്നുള്ളതാണ് റൂട്ട്. ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോൾഡിങ് എന്നുള്ള ഒരർത്ഥത്തിലുള്ള ഹോൾഡിങ്, ദാറ്റ് വിച്ച് ഹോൾഡ്സ് ടുഗദർ എവറിത്തിങ് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ധൃതി എന്നുള്ള പ്രയോഗം. എല്ലാത്തിനെയും ധരിച്ചിരിക്കും. അപ്പോൾ എന്താണ് ഈ ധൃതി? അത് നമ്മളുമായിട്ട് എന്ത് സംബന്ധമുള്ളത്? അതാണ് ധൃത്യാ യയാ ധാരയത്തെ മനഃപ്രാണേന്ദ്രിയ ക്രിയാഹ. അപ്പം ധൃതിയാൽ എല്ലാം കൂടെ ധരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് എല്ലാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മനഃ, പ്രാണ, ഇന്ദ്രിയ ക്രിയാഹ എന്ന്. അപ്പോൾ അതിൻ്റെ മനഃ ച
പ്രാണാഹ ച ഇന്ദ്രിയാണി ച. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്താണ്. മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ മൂന്നിനെയും കൂടെ ചേർത്തിട്ട് മനഃപ്രാണേന്ദ്രിയ വരെ എത്തി. മനഃപ്രാണേന്ദ്രിയ ക്രിയ മനഃ ച പ്രാണാഹ ച ഇന്ദ്രിയാണി, മനഃപ്രാണേന്ദ്രിയ വരെ എത്തി. എന്നിട്ട് അതിനെ ഒരു സമാസമാക്കി കഴിയുമ്പോൾ മനഃപ്രാണേന്ദ്രിയാണി എന്ന്. അപ്പോൾ മനശ്ച പ്രാണാശ്ച ഇന്ദ്രിയാണി ച. അപ്പം മനശ്ച ഏകവചനം, പ്രാണാശ്ച പുല്ലിംഗ ബഹുവചനം, പ്രാണഹ പ്രാണോ പ്രാണാഹ, ഇന്ദ്രിയാണി നപുംസക ബഹുവചനം, ഇന്ദ്രിയം ഇന്ദ്രിയേ ഇന്ദ്രിയാണി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനഃ നപുംസകം, സകാരാന്ത നപുംസകമാണ് മനഃ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നപുംസകമുണ്ട് പുല്ലിംഗമുണ്ട്. അവസാനം വന്നിരിക്കുന്ന വാക്ക് ഇന്ദ്രിയാണി എന്ന് പറഞ്ഞ നപുംസകത്തിലാണ്. അതുകൊണ്ട് ഈ സമാസം ഉണ്ടാക്കുമ്പോൾ ആ അവസാനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഈ ലിംഗമായിരിക്കും എടുക്കുക. അതുകൊണ്ടാണ് മനഃപ്രാണേന്ദ്രിയാണി എന്ന് എല്ലാത്തിനെയും കൂടി ചേർത്ത് മനഃപ്രാണേന്ദ്രിയാണി എന്ന്. മനഃപ്രാണേന്ദ്രിയാണി തേഷാം ക്രിയാഹ, അവയുടെ ക്രിയകൾ, അതിന് ചേഷ്ടാഹ എന്നുള്ള അർത്ഥം കൊടുക്കും. അപ്പോൾ അവിടെ ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഷ്ട എന്നർത്ഥം, അതിൻ്റെ വ്യാപരിക്കൽ എന്നർത്ഥം, അല്ല നമ്മൾ വേറെ അതിനർത്ഥമൊന്നും കൊടുക്കണ്ട. ഇപ്പം കണ്ണിൻ്റെ ചേഷ്ട, ഇപ്പം കണ്ണ് അതൊരു വ്യാപരിക്കലാണ്. ഇതേമാതിരി ചിന്തിക്കൽ അതൊരു വ്യാപരിക്കലാണ്. ആ തരത്തിലുള്ള ചേഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അർത്ഥത്തിലേക്ക് പോരും. തേഷാം ക്രിയാഹ ചേഷ്ടാഹ താ ഉച്ഛാസ്ത്രമാർഗ പ്രവൃത്തേഹേ. അത് ശാസ്ത്രമാർഗ പ്രവൃത്തേഹേ എന്നുള്ളത്. ഉച്ഛാസ്ത്രമാർഗ പ്രവൃത്തേഹേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്ത് പ്ലസ് ശാസ്ത്ര, ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഉച്ഛാസ്ത്ര എന്നുള്ളത് വന്നത്. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഉത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉദ്ഗമനം എന്നൊക്കെ ഉള്ള നമ്മൾ വാക്ക് കേട്ടിട്ടില്ലേ? ഉദ്ഗമിച്ചു. ഉദ്ഘാടനം അതൊരു വലിയ ഇതാണ്. ഘടനം, ഘടിപ്പിക്കൽ, ഘട, അഘടിത ഘടന, പടീയസി മായ, ഇങ്ങനെയൊക്കെയുള്ള മായാപഞ്ചകത്തിലുള്ള വാക്യമാണ്. ഘടിപ്പിക്കാൻ സാധിക്കാത്തതിനെ, യോജിപ്പിക്കാൻ സാധിക്കാത്തതിനെ യോജിപ്പിക്കുന്നതാണ് മായ എന്നുള്ളത്. അപ്പോൾ അവിടെ ഘടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോജിപ്പിക്കൽ എന്നർത്ഥം. അതാണ് ഉദ്ഘാടനം. നമ്മൾ കാണാമല്ലോ ഈ ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഉദ്ഘാടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺനോണായിട്ടുള്ള, അറിയപ്പെടാതെ കിടക്കുന്ന എന്തോ അതിനെ ഇപ്പോൾ ഈ ഉദ്ഘാടകൻ വന്ന് അതിനെ വെളിപ്പെടുത്തുന്നു, അതുമായിട്ട് യോജിപ്പിച്ചു വിടുന്നു. അതായത് ഓഡിയൻസും വരാൻ പോകുന്ന, അപ്പം നമ്മൾ കാണാം ഇപ്പോൾ ഈ ഗീതാ പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്യുമ്പം വിളക്ക് കൊളുത്തുന്നു, അതിനുശേഷം 2 വാക്ക് പറയുന്നു. അപ്പോൾ 2 വാക്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് തമ്മിലുള്ള സംബന്ധം ഉണ്ടാക്കി കൊടുക്കലാണ്. നിങ്ങൾ വന്നിരിക്കുന്നത് കേൾക്കാനാണെന്നും ഇദ്ദേഹം വന്നിരിക്കുന്നത് പറയാനാണെന്നും പറഞ്ഞു കഴിയുമ്പോൾ ഉദ്ഘാടനമായി. രണ്ടും കൂടെ തമ്മിൽ ഘടിപ്പിച്ചു എന്നുള്ളത്. വക്താവിനെയും ശ്രോതാവിനെയും തമ്മിൽ സംബന്ധിപ്പിച്ചു. ഇതൊക്കെയാണ് ഈ ഉദ്ഘാടനം എന്നുള്ളത്. നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ്? അവിടെ റോഡ് ടാറിട്ട് റെഡിയായിട്ട് കിടക്കുന്ന റോഡുണ്ട്. അവിടെ അതുവഴി ഓടാൻ പാകത്തിൽ നിൽക്കുന്ന വണ്ടികളുണ്ട്. ഈ വണ്ടിയെയും ഈ റോഡിനെയും കൂടെ ഒന്ന് ബന്ധിപ്പിച്ചു എന്ന്. അപ്പോഴാണ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ബന്ധിപ്പിച്ചു, അതാണ് ഘടിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പോക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉച്ഛാസ്ത്രമാർഗ പ്രവൃത്തേഹേ, ശാസ്ത്രമാർഗ പ്രവൃത്തി എന്നറിയാം. അപ്പോൾ ഉച്ഛാസ്ത്രമാർഗ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രവിരുദ്ധ പ്രവൃത്തി സെ രോക്കി ജാതി ഹേ എന്നാണ്. ഉച്ഛാസ്ത്രമാർഗ പ്രവൃത്തേഹേ ധാരയതി. അതായത് ശാസ്ത്രമാർഗ പ്രവൃത്തിയിൽ അതിനെ, ശാസ്ത്രമാർഗ പ്രവൃത്തിയിൽ തന്നെ അതിനെ ധരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. ധൃത്യായയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയ ക്രിയാഃ. ധൃത്യാ ഹി ധാര്യമാണ ഉച്ഛാസ്ത്ര വിഷയ ന ഭവന്തി എന്ന്. അതായത് ശാസ്ത്രമാർഗ പ്രവൃത്തിയിലല്ലാതെ പോകാതിരിക്കാൻ നമ്മളെ ഈ ധൃതി സഹായിക്കുന്നു. അതുകൊണ്ടാണ് ഉച്ഛാസ്ത്രവിധി
ഉച്ഛാസ്ത്ര വിഷയ ന എന്നുള്ള ഒരു പ്രയോഗം കൊടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ശാസ്ത്രാവബോധത്താൽ നമുക്കിവിടെ ഈ മനസ്സ്, ഇന്ദ്രിയ, പ്രാണൻ തുടങ്ങിയിട്ടുള്ളവയുടെ ക്രിയകൾ ധർമ്മത്തെ അതിക്രമിച്ചു പോകുന്നില്ല. ഇതാണ് അതിൻ്റെ സാരം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ശാസ്ത്രാവബോധം എന്ന് പറയുമ്പോൾ നമുക്ക് അനുഭവം ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ട്. കാരണം ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു ഹിംസ ചെയ്യരുതെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു. ശാസ്ത്രത്തിൽ പറയാത്തത് അത് പഠിച്ചില്ല എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ ഒരാളെ പോയിട്ട് ഞാനത് പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്തൂടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അൾട്ടിമേറ്റായിട്ട് ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്, വേദമാണ് ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവുമായിട്ടൊക്കെ നിൽക്കുന്നത് വേദം തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ തൈത്തിരീയോപനിഷത്തിനകത്തൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒരുവൻ്റെ അന്ധഃകരണം വേദമാണ് അന്ധഃകരണം. വേദം പഠിക്കുന്നതും പഠിക്കാത്തതും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പിന്നീട് കാണാം. പക്ഷേ ചുരുക്കത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ചില്ല എന്നുള്ളത് കൊണ്ട് ധർമ്മത്തെ അതിക്രമിച്ച് പോകാനെങ്ങും അധികാരം കിട്ടുന്നില്ല. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും പറഞ്ഞിരിക്കുന്ന മാതിരി നമ്മൾ നിയമം പഠിച്ചില്ല എന്നുള്ളത് കൊണ്ട് നിയമഭംഗം വരുത്താനുള്ള അവകാശം ആർക്കും ഇല്ല എന്ന് പറഞ്ഞ മാതിരി ഇതാണ് സാമാന്യ ധർമാവബോധം എന്ന് പറയുന്നത്. അപ്പോൾ സാമാന്യ ധർമാവബോധം എന്ന് പറയുന്നതിനകത്ത് അത് പഠിക്കാണ്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിനാണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്. കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് കോമൺ ആണ്. അതുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കുണ്ട് ചിലർക്കില്ല എന്ന് പറഞ്ഞാൽ കോമൺ ആവത്തില്ല. കോമൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ്. അല്ലാതെ നമ്മുടെ എന്താണ് ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിലിരിപ്പിലുള്ള കോമൺ എന്നുള്ള അർത്ഥത്തിലല്ല. കോമണേഴ്സ് എന്നും പിന്നെ അതിനകത്ത് പ്രഭുക്കന്മാരും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അവിടെ കോമൺ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ പൂജ്യ സ്വാമിജിയുടെ ആ ടോക്കിനകത്താണെങ്കിൽ വാല്യൂ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നതിനകത്ത് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. 13ാമത്തെ അധ്യായത്തിലെ അഹിംസാ സത്യമാർജവം ആ വിഭാഗത്തിൽ അമാനിത്വം അതമ്പിത്വം അവിടെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് മറ്റുള്ളവരെ പീഡിപ്പിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പീഡനാരൂപത്തിലേക്ക് മനസ്സ് പോവാതെ, ബുദ്ധി പോകാതെ, ഇന്ദ്രിയങ്ങൾ പോകാതെ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു അതിനെ ധരിച്ചു നിർത്തുന്നത് എന്തോ ധർമ്മത്തിൽ നമ്മളെ നിലനിർത്തുന്നത്, അതാണ് ഇവിടുത്തെ സാത്വികമായ ധൃതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം സാധാരണഗതി പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പേഴ്സൺ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ സമഗ്ര വ്യക്തിത്വം എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ വ്യക്തിത്വം. അപ്പം ഈ സമഗ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് അവിടെ ഈ വ്യക്തിക്ക് ഒരു സത്വപ്രധാനമായൊരു മനസ്സാണുള്ളത് എങ്കിൽ ഈ വിധത്തിലേ ചിന്തിക്കത്തുള്ളൂ, ഈ വിധത്തിലേ പ്രവർത്തിക്കത്തുള്ളൂ, ആ തരത്തിൽ വരും. അതാണ് വ്യക്തിക്കനുസരിച്ച് അവൻ്റെ ചിന്ത പോകുന്നു എന്ന് പറയും. നമ്മൾ ചിന്തയ്ക്കനുസരിച്ച് വ്യക്തിയെ നിർവചിക്കണമെന്ന്, അല്ലെങ്കിൽ പ്രവൃത്തിക്കനുസരിച്ച് വേണം വ്യക്തിയെ നിർവചിക്കാനെന്ന് ചിലർ പറയുന്നു. പക്ഷേ ഇവൻ്റെ സ്വഭാവത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് ധൃതിക്കനുസരിച്ച്, ഇവിടെ ധൃതി സാത്വികമാണെങ്കിൽ ഇവൻ്റെ മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ ഇവ ധർമാനുസൃതമായിരിക്കും, ധർമ്മത്തെ അതിക്രമിക്കത്തില്ല എന്ന് ഈ തരത്തിൽ നമ്മളിത് മനസ്സിലാക്കണം. അപ്പോൾ അത് എങ്ങനെയത് സാധ്യമാകുന്ന യോഗേന വ്യഭിചാരിണ്യ, അതാണ് വാക്ക്. അതായത് ഈ അവ്യഭിചാരത്വം എന്ന് പറഞ്ഞാൽ മാറൽ എന്നുള്ളത്. അതാണ് വ്യഭിചാരത്വം എന്ന് പറഞ്ഞാൽ മാറൽ. അവ്യഭിചാരത്വം മാറാതിരിക്കൽ. ഇത് നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വാക്കാണ്. മലയാളത്തിൽ കയറിയിട്ട് വ്യഭിചാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഒരർത്ഥം മാത്രമേ മനസ്സിൽ വരത്തുള്ളൂ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഇത് ഈ തരത്തിൽ ഇതേ കണ്ടോ, അവ്യഭിചാരിണി, വ്യഭിചാരിണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ട തന്നെ ഈ നമ്മുടെ കുരുട്ടുബുദ്ധിയിൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥത്തിൽ പോയി. അങ്ങനെ പോയതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇപ്പം യോഗേന അവ്യഭിചാരിണ്യാധൃതി. അപ്പം വ്യഭിചാരധൃതി അല്ലാത്തത്, അങ്ങനെ വ്യഭിചാരധൃതി അല്ലാതെ, വ്യഭിചാരധൃതി എന്ന് പറഞ്ഞാൽ മാറുന്ന ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ധർമ്മത്തിൽ
ധർമ്മത്തിൽ നമ്മുടെ മനസ്സിനെ നിർത്താൻ ശേഷിയില്ലാത്തതായ ധൃതിയാണ് വ്യഭിചാരധൃതി. ധർമ്മത്തിൽ അതായത് മനസ്സിനെ ധർമ്മത്തിൽ നിർത്തുക, ഇന്ദ്രിയങ്ങളെ ധർമ്മത്തിൽ നിർത്തുക, ഇവയുടെ പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്, ചേഷ്ട നമ്മൾ വേണ്ടല്ല. അപ്പോൾ ഇങ്ങനെയുള്ളതിനെ ധർമ്മത്തിൽ നിർത്താത്ത അതിന് വരുമ്പോൾ അവ്യഭിചാര ധൃതി എന്ന്, വ്യഭിചരിച്ച ധൃതി എന്ന് പറയും. അതാണ് വ്യഭിചരിച്ച ധൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമാതിരി വ്യഭിചരിച്ച മനസ്സ്, വ്യഭിചരിച്ച ബുദ്ധി എന്നൊക്കെ പറയാം, ഒന്നുമില്ല. അതായത് അങ്ങനെയൊക്കെ പോകും, ഓരോ തരത്തിലും അത് പോയിക്കൊണ്ടിരിക്കുക. അത് വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരർത്ഥമല്ല ഉള്ളത്, അത് എപ്പോഴും ഉള്ള ഒരു പ്രയോഗമാണ് വ്യഭിചാരം. ചറാണ് ധാതു. ചർ എന്ന് പറഞ്ഞാൽ ടു ഗോ എന്നേ അർത്ഥമുള്ളൂ. ചർ വി അഭിചർ, ഇത്രയേ ഉള്ളൂ. വി അഭിചർ, വ്യഭിചർ, വ്യഭിചാർ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ വന്നിട്ട് വ്യഭിചാരഹ എന്നുള്ളത് അണ്ണോ മറ്റോ പ്രയോഗം ചേർത്താൻ തോന്നുന്നു. അതായത് അതിലൂടെ നമുക്ക് നൗൺ കിട്ടി, ഇത്രയേ ഉള്ളൂ. ചരതി എന്നുള്ളത് ഇതാണ്, വ്യഭിചരതി എന്നുള്ളത് ക്രിയയാണ്, വ്യഭിചാരഹ എന്നുള്ളത് നൗണായിട്ടും കിട്ടി. പിന്നെ ഇതിൻ്റെ ഉപസർഗങ്ങളുടെ അർത്ഥം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഈ അർത്ഥം കിട്ടത്തില്ല. അതുകൊണ്ട് ഉപസർഗങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള അർത്ഥങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വാക്കും അതിൻ്റെ അർത്ഥത്തോടും കിട്ടും. പുതിയ വാക്ക് നമുക്ക് ഉപസർഗം ചേർത്ത് ഒരു പുതിയ വാക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് വാലിഡ് ആണോന്ന്, അങ്ങനെ പുതിയ വാക്കുണ്ടാക്കാനുള്ള അധികാരം നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പട്ടതിരിപ്പാടിൻ്റെയോ അതിലെയൊക്കെ വലിയ പണ്ഡിതനായി കഴിഞ്ഞാൽ അത് സാധ്യമാകും. കാരണം ആരും ചോദ്യം ചെയ്യത്തില്ല. കാരണം നമ്മൾ ഒരു വാക്കുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം പറയാൻ നമുക്ക് സാമർത്ഥ്യം ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, ഉണ്ടെങ്കിൽ നമ്മൾ പണ്ഡിതനായിട്ട് അവരെ അംഗീകരിക്കും, അത്രയേ ഉള്ളൂ. കാരണം ഓരോരുത്തരുണ്ടാക്കിയ വാക്കുകളാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഭൂലോകം ഉണ്ടായ കാലത്തൊട്ട് ഇതെല്ലാം ഈ വാക്കുകളെല്ലാം ഇവിടെ ഉണ്ടായതായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. എത്ര ആൾക്കാർ എത്ര കാലമായിട്ട് പുതിയ ഉണ്ടാക്കിയ വാക്കുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആർക്കെങ്കിലും വാക്കുകൾ ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഈ IT മേഖല എന്ന് പറഞ്ഞാൽ വന്നതോട് കൂടിയിട്ട് എന്തുമാത്രം വാക്കുകളാണ് പുതിയതായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാണ് അവ്യഭിചാരിണ്യ, അതാണ് നിത്യത്വമുണ്ട്, അതിനാണ് യോഗേന നിത്യത്വം. അവ്യഭിചാരിണ്യ ധൃതി എന്ന് പറഞ്ഞാൽ യോഗത്തിനാലാണ് ഏതൊരു ധൃതിക്കാണോ നിത്യത്വമുള്ളത്, സ്ഥിരതയുള്ളത്. സാ പാർത്ഥ സാത്വികി ധൃതി, ആ ധൃതിയെയാണ് സാത്വികി ധൃതി എന്ന് പറയുന്നത്. യയാത്തു കാമാർത്ഥാൻ ധൃത്യാ ധാരയതേർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സാ പാർത്ഥ രാജസി. അപ്പോൾ രാജസി എന്താണ്? യയാത്തു യാതൊരു, ധൃത്യാൽ യാതൊരു ധൃതിയാൽ, അതായത് ധാരണാശേഷിയാൽ, യാതൊരു ധാരണയാൽ, ധൃതി. അതുകൊണ്ടാണ് നമുക്ക് ധ്യാനത്തിന് മുമ്പ് ധാരണ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ധാരണ ഈ ധൃതിയാണ് അവിടുത്തെ ധാരണയായിട്ട് വരുന്നത്. അന്നേരം നമ്മൾ പറയത്തില്ല, എന്തിനാണോ ധ്യാനിക്കേണ്ടതിനെ അതിനെ ബുദ്ധിയിൽ ധരിക്കുന്നു എന്ന് പറയും, അതാണ് ധാരണ എന്ന് പറയുന്നത്. എന്നിട്ടാണ് ധ്യാനം എന്ന് പറയുന്നത്. അവിടെ ധ്യാനം എന്ന് പറഞ്ഞാൽ താല്പര്യം എന്ന് പറഞ്ഞാൽ സംബന്ധിപ്പിക്കലും ഒരു ധ്യാനമാണ്. പിന്നെ ധ്യാനത്തിൻ്റെ പല രീതികളുണ്ട്. ധ്യേയവും ധ്യാതാവും തമ്മിലുള്ള സംബന്ധിപ്പിക്കൽ ധ്യാനമാണ്. യയാത്തു ധർമ്മകാമാർത്ഥാൻ, അർത്ഥാൻ. അപ്പോൾ 3 വന്നു, ധർമ്മം, കാമം, അർത്ഥം. ധർമ്മകാമാർത്ഥാൻ, ധർമ്മശ്ച കാമശ്ച അർത്ഥശ്ച, അതാണ് ധർമ്മകാമാർത്ഥാൻ. യാതൊന്നിനാൽ. ധൃത്യാ ധാരയത്തെ അർജുന, ധൃത്യാ യയാ ധാരയത്തെ മനസ്സി നിത്യകർത്തവ്യരൂപാൻ അവധാരയത്തെ. അപ്പം ഈ ധർമ്മ അർത്ഥ കാമങ്ങളെ ഏതൊരു ധൃതിയാണോ നിലനിർത്തുന്നത്, പ്രസംഗേന ഫലാകാംക്ഷി. അപ്പം അതെങ്ങനെയാണ്? പ്രസംഗേന ഫലാകാംക്ഷി, ഫലത്തിന്മേൽ ആകാംക്ഷയുള്ളവനായിട്ട് ഇത് നിലനിർത്തുന്നത്, അവധാരയത മനസ്സിൽ നിർത്തുന്നത്. സാ
ധൃതി പാർത്ഥ രാജസി, അതിനെ രാജസി ധൃതി എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചേ, അതായത് ധർമ്മ കാമ അർത്ഥാൻ എന്ന് ഇതിന് മൂന്നിനെ പറഞ്ഞിട്ടുള്ളൂ, മോക്ഷത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത് ധർമ്മ അർത്ഥ കാമങ്ങളെ മനസ്സിൽ പിടിച്ചു നിർത്തുന്നതായ ധൃതി, അത് രാജസി ധൃതിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവൻ്റെ ലക്ഷ്യം ധർമ്മ പിന്നെ കാമ പിന്നെ ധർമ്മ അർത്ഥം, ഇതാണ്. അപ്പം ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പുണ്യമാണ് ഉദ്ദേശിക്കുന്നത്, പുണ്യം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാത്വികി ധൃതി എന്തായിരിക്കും? അപ്പം സാത്വികി ധൃതി നമ്മൾ ഇതിനകത്തുനിന്ന് ഒന്ന് മനസ്സിലാക്കണം, അത് മോക്ഷ സംബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യോഗേന വ്യഭിചാരിണ്യ എന്ന് പറയുമ്പം യോഗം ഏത് യോഗമായി? മോക്ഷ സംബന്ധമായ യോഗമാണ്. അതുകൊണ്ട് ഭാഷ്യത്തെ നമുക്ക് കാണാം. ഭാഷ്യത്തെ അതിനെക്കുറിച്ച് മോക്ഷം എന്ന് ഒക്കെ പറയുന്നില്ല. പക്ഷേ നമുക്കിതിനകത്തും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ധർമാർത്ഥ കാമങ്ങൾ ഈ രാജസമായിട്ടുള്ള ധൃതി ആയതുകൊണ്ട് തീർച്ചയായിട്ടും യോഗേന വ്യഭിചാരിണ്യ എന്ന് പറഞ്ഞെടുത്തത് മോക്ഷ സംബന്ധമായിട്ട് നമുക്ക് ചേർക്കാം. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേവച്ച ന വിമുഞ്ചതി ദുർമേധ ധൃതിസാ താമസി മത. ഇനി താമസം ബുദ്ധിയും കൂടെ ഉണ്ട്, അതും കൂടെ ധൃതിയും കൂടെ ഉണ്ട്, അതും കൂടെ കേട്ടിട്ട് നമുക്ക് നിർത്താം. യയാ സ്വപ്നം ഭയം ശോകം, യാതൊന്നിനാൽ സ്വപ്നം ഭയം ശോകം വിഷാദം മതം. ഈ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ദിവാസ്വപ്നം ഉണ്ടല്ലോ, അത് തന്നെയാണ് സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഈ കിടന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തെ സ്വപ്നമാണോ ചിന്തിക്കലാണോ എന്ന് വ്യത്യാസമൊന്നുമില്ല. സ്വപ്നം എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്, അതിനകത്തുനിന്ന് എഫേർട്ട്ലെസ് ആണ്. ഈ വ്യക്തി മനഃപൂർവ്വം ചിന്തിക്കുന്നതല്ല, ചിന്തിച്ചു പോകലാണ്. സ്വപ്നം നമുക്ക് ചിന്ത തന്നെയാണ്. അപ്പോൾ ആ വ്യക്തി നമ്മൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു പോകലാണ്. ഒരു ചിന്തയാണ് സ്വപ്നമായിട്ട് നിൽക്കുന്നത്, വേറൊന്നുമല്ല. അപ്പോൾ ഇതാണ് സ്വപ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ബോധപൂർവമല്ലാതെ, ബോധമില്ലാണ്ടല്ല, ബോധപൂർവം ഇല്ലാണ്ട് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ പോലും അറിയുന്നില്ല ഇങ്ങനെയാണ്. നമ്മൾ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അറിയുന്നു, പക്ഷേ തിരിച്ച് നമുക്ക് ഓർക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ചിന്തകൾ ഇങ്ങനെ പോകുന്നത്. അതൊക്കെ സ്വപ്നത്തിൽ തന്നെ വിടും. അപ്പോൾ സ്വപ്നം, പിന്നെ ഭയം, അത് വേറൊന്നാണ്. ഭയം വെറുതെ ഭയക്കുന്ന ചില ആൾക്കാരുണ്ട്. വണ്ടി ഒന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ നെഞ്ചിടിപ്പ്, അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലർക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരിക്കലും താമസിക്കാനേ പറ്റത്തില്ല ഈ ഭയം കാരണം. അവർക്ക് എല്ലാത്തിനോടും ഭയമാണ്. എനിക്കറിയാം ഒരാളെ, വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ആ വ്യക്തിക്ക് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുണ്ടല്ലോ, നമ്മുടെ ഇംഗ്ലീഷ് ഗുളിക, ഇത് ഒരെണ്ണം വിഴുങ്ങാൻ ഭയമാണ്, തൊണ്ടയ്ക്ക് കുടുങ്ങിപ്പോകുമോയെന്ന്. എന്നിട്ട് ഈ കയ്പുള്ള സാധനം കടിച്ച് പൊട്ടിച്ച് കഴിക്കുന്നതാണ്. ഇതാണ് ആൾ. അപ്പോൾ ഇങ്ങനത്തെ ഉണ്ട്. അത് പിന്നെ ഫാനിട്ട് കിടക്കാൻ പേടിയാണ്. ഫാനിൻ്റെ അടിയിൽ കിടന്നു കഴിഞ്ഞാൽ ഫാൻ എപ്പോഴെങ്കിലും പൊട്ടി വീഴുമോ എന്നുള്ളത്. സർവത്ര ഭയം. അങ്ങനെ ഭയം. യയാ സ്വപ്നം ഭയം ശോകം, എനിക്കറിയാവുന്ന ഒരാളാണ്, അല്ലാതെ ഉണ്ടാക്കി പറഞ്ഞതല്ല. ഭയം ശോകം, പിന്നുള്ള ശോകം, ദുഃഖം. എന്താണ് ഇങ്ങനെ എന്ത് കാരണത്തിനാണെങ്കിലും ചുമ്മാ ഇങ്ങനെ ഒരു ചെറിയ പ്രയോഗം ഉണ്ടല്ലോ, ഇത് കൂടിയ മോന്തയും ഇങ്ങനെയൊക്കെ ചിലക്കെ എപ്പോഴും ഇങ്ങനെ തേള് കുത്തിയത് മാതിരി മുഖം വീർപ്പിച്ചിരിക്കുക. ഇത് തന്നെ മുഖം വീർപ്പിച്ചിരിക്കുക, ഒക്കെയാണ് ശോകം. ഇതൊന്നും നമുക്ക് ഒരിക്കലും ഒന്നും ശരിയാക്കി എടുക്കാൻ പറ്റാത്ത കേസുകെട്ടുകളാണ്. ഭയം ശോകം, പിന്നെ വിഷാദം. ശോകം വിഷാദം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം നമുക്ക് മാറ്റി നോക്കാം. ശോകം വിഷാദം, ഭയം ശോകം വിഷാദം അവസാദം. പ്രത്യേകിച്ച് ഭഗവാനൊന്നും പ്രത്യേകിച്ച് ശോകവും വിഷാദത്തിനൊന്നും അർത്ഥം മാറി പറഞ്ഞില്ല. ശോകം വിഷാദം, പിന്നെ മതം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ശോകം വിഷാദം മതം ഭയം സ്വപ്നം ഇതൊക്കെ കൂടെ ഒന്നിച്ചെന്താ ന വിമുഞ്ചതി ദുർമേധ. ഇതെല്ലാം ഏതൊരുവൻ്റെ ബുദ്ധിയിലാണോ ഉള്ളത് അത് ആ ബുദ്ധി ധരിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ആ ധരിച്ചിരിക്കുന്ന ആ ധാരണ അതിനെയാണ് പറഞ്ഞിരിക്കുന്നത് താമസാധൃതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ന വിമുഞ്ചതി ദുർമേധ. അപ്പം ഭഗവാൻ ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ദുർമേധസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ബുദ്ധി. നല്ല വാക്കാണ് കൊടുത്തിരിക്കുന്നത്. മേധ എന്ന് പറയുന്നത് ബുദ്ധി,
ദുർമേധസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുർമേധസ് ഉള്ളവനാണ്. ദുർമേധായാണ്, മേധസ് അല്ല, ദുർമേധ. ദുർമേധ എന്ന് പറഞ്ഞു. മേധസ് എന്ന് പറഞ്ഞാൽ കൊഴുപ്പെന്നുള്ള അർത്ഥമാണ്. ദുർമേധസ് എന്ന് പറയുന്നത് കൊഴുപ്പാണ്. ഇവിടെ ദുർമേധ എന്ന് പറഞ്ഞാൽ ദുഷ്ടബുദ്ധി. ദുഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയം ശോകമൊക്കെ ഉള്ളതിനെയാണ് ദുഷ്ട. ദുഷ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകുന്നതെന്നാണ് അർത്ഥം എടുക്കരുത്. നവിമുഞ്ചതി ദുർമേധ ധൃതിസാ താമസി മത. അപ്പം നമ്മുടെ ഇവിടെ ബുദ്ധിയെക്കുറിച്ചല്ല പറയുന്നത്, ധൃതിയെക്കുറിച്ചാണ്. അപ്പം ഇങ്ങനെയുള്ളത് ഈ ബുദ്ധിയിലെ ധരിപ്പിച്ച് നിർത്തുന്നത് എന്താണോ അതാണ് താമസി ധൃതി. അതിനെ താമസി ധൃതി എന്ന് പറയുന്നു. ഓം പൂർണ്ണമതഃ പൂർണ്ണമിതഃ പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി.